ഇല്ല, ബോഡി പാർട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ചെറിയൊരു ഒരു സ്പാർക്കും കൂടി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരെയും ഇപ്പോൾ പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. സേഫ്റ്റി അവരുടെയും കൂടെ എൻഷുർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് സ്ഥിരീകരിച്ചിരിക്കുന്ന മരണം 7 ബോഡി പാർട്സ് നമ്മൾ DNA സാമ്പിളിങ് കഴിഞ്ഞാൽ മാത്രമാണ് അത് എത്ര എണ്ണം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 7 പേരുടെയാണ് നമ്മൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമ്മൾ മാക്സിമം ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതിന്റെ കറക്റ്റ് 30-നും 40-നും ഇടയ്ക്ക് ആളുകൾ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അല്ല, നമുക്കിവിടെ ഇപ്പോൾ ലൈറ്റ്സിന്റെ ആവശ്യമുണ്ട്. അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ സേഫ്റ്റി നമ്മൾ മുൻനിർത്തിയാണ് അവരെല്ലാവരെയും നമ്മളിപ്പോൾ പുറത്ത്. എത്ര പേരുണ്ടായിരുന്ന സമയത്ത് നിലവിൽ അവിടെ നിന്ന് പറഞ്ഞ ഡാറ്റ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ. അതിന്റെ അക്യുറസി നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാനുണ്ട്. കുറച്ച് പേർക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജിലെ റെസ്പോൺസിന് വേണ്ടിയിട്ട്. അതെ. ആശുപത്രിയിൽ നമ്മുടെ ടീമിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ്. എറണാകുളത്ത് നിന്ന് ഒരു ടീം എത്തിയിട്ടുണ്ട്, പാലക്കാട് നിന്നൊരു ടീം എത്തിയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് നിന്നൊരു ടീം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ടീമിന് ഓൾറെഡി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അതിലൊരു 5 പേര് സീരിയസ് ആണ്, ഒരാൾ വെന്റിലേറ്ററിലാണ്. ഡ്രോൺ പരിശോധന ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. ഈ 5 പേരും ഈ ബേൺ ഐസിയുലാണോ? അതെ. ഈ ലൈസൻസി ആയിട്ടുള്ള വ്യക്തി ഒരു സ്വകാര്യ ആശുപത്രിയിലാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അത് ഞാനൊന്ന് പരിശോധിച്ചിട്ട് പറയാം. അതിന്റെ കാറ്റഗറി തിരിച്ചിട്ടുള്ള കണക്ക് നമ്മൾ എടുത്തിട്ടില്ല. അതെല്ലാം നമുക്കിനി ആളുകളെ തിരിച്ചറിഞ്ഞ് റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് മാത്രമാണ് ഫർദർ ഡീറ്റെയിൽസ്. 7 പേരാണ് നമുക്ക്. ബാക്കിയുള്ള 5 മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടി. അത് എത്ര എണ്ണമാണെന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. DNA സാമ്പിളിംഗ് അടക്കമുള്ളത് ചെയ്തിട്ട് വേണം നമുക്ക് ആളുകളെ തിരിച്ചറിയാനായിട്ട്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്തു തീർക്കും. നമ്മൾ മാക്സിമം അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ. അതിന്റെ എണ്ണം നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. ഇല്ല. ഓക്കെ, താങ്ക് യു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് സംസാരിച്ചത്. അത് ഇനി ഈ രാത്രിയിൽ പരിശോധനയില്ല. പരിശോധിക്കാൻ കഴിയുന്ന, തിരയാൻ കഴിയുന്ന ഇടത്തെല്ലാം തെരച്ചിൽ നടത്തി, ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി എന്നുള്ളതാണ് ജില്ലാ കളക്ടറും MLA ആയ സേവ്യർ ചിറ്റിലപ്പള്ളിയും നമ്മളെ അറിയിച്ച കാര്യം. അല്പസമയം മുൻപ് ചെറിയ രീതിയിൽ ഒരു ചെറിയ സ്പാർക്ക് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത്, ആ സ്പാർക്ക് ഉണ്ടായ സമയത്ത് തന്നെ അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിന് പോലും എത്തിയ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റി. ഇനി തെരച്ചിലില്ല എന്നുള്ള കാര്യമാണ്. ഈ രാത്രി കഴിഞ്ഞു, അപ്പോൾ നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്രയും അവിടെ ആളുകളെ മാറ്റുകയാണ് ഇപ്പോൾ അവിടെ നിന്ന് ജില്ലാ ഭരണകൂടം ചെയ്തിരിക്കുന്നത്. കൺട്രോൾ റൂം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തുറന്നിട്ടുണ്ട്. പരിക്കേറ്റവരെ കുറിച്ചുള്ള, പൊള്ളലേറ്റവരെ കുറിച്ചുള്ള വിവരങ്ങൾ ആ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ലഭ്യമാകും. നമുക്ക്